ഇന്നത്തെ വചനചിന്ത, അഭിഷേകം താങ്കളെ പുറത്തു കൊണ്ടുവരും. നീറുന്ന പ്രതികൂലങ്ങളിൽ താങ്കൾ വീണ് കിടക്കുകയാണോ? സാരമില്ല. ഒരു പക്ഷി വേട്ടക്കാരൻ്റെ കെണി പൊട്ടി പുറത്തു വരുന്നത് പോലെ താങ്കൾ തീർച്ചയായും പുറത്തു വരും. താങ്കൾ പ്രാപിച്ച അഭിഷേകം താങ്കളെ പുറത്തു കൊണ്ടുവരും. താങ്കൾക്ക് പ്രതികൂലങ്ങളിൽ നടക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കാം, എന്നാൽ അഭിഷേകം താങ്കളെ മുന്നോട്ട് നടത്തും. പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ അഭിഷേകം പ്രാപിക്കണം. താങ്കൾക്ക് ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിവില്ല, എന്നാൽ അഭിഷേകം ശത്രുവിനെ തോൽപ്പിക്കും. അഭിഷേകം പ്രാപിച്ചവന് സിംഹക്കൂട് ഒരു വിഷയമല്ല. അഭിഷേകം പ്രാപിച്ചവന് എരിയുന്ന തീച്ചൂള ഒരു വിഷയമല്ല. അഭിഷേകം പ്രാപിച്ചവൻ്റെ മുന്നിൽ കരടി വരും. അഭിഷേകം പ്രാപിച്ചവൻ്റെ മുന്നിൽ സിംഹം വരും. എന്നാൽ അഭിഷേകം പ്രാപിച്ചവന് കരടിയോ സിംഹമോ യാതൊരു പ്രശ്നമല്ല. അഭിഷേകം നമ്മെ ബലപ്പെടുത്തും. അഭിഷേകം നമ്മെ ശക്തിപ്പെടുത്തും, ധൈര്യപ്പെടുത്തും. പ്രതികൂലങ്ങളെ അഭിഷേകം അതിജീവിക്കും. വിശ്വാസ ഓട്ടക്കളത്തിൽ സ്ഥിരതയോടുകൂടെ ഓടുവാൻ അഭിഷേകം സഹായിക്കും. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, അനേകം രാത്രികളിൽ താങ്കൾ ദൈവസന്നിധിയിൽ ഒഴുക്കി കണ്ണുനീരിന് കർത്താവ് മറുപടി നൽകുന്നു. ദൈവം താങ്കളുടെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ദുഷ്ടൻ അടച്ചുവെച്ച, ദുഷ്ടൻ തടഞ്ഞുവെച്ച എല്ലാ നന്മകളും അഭിഷേകത്തിൻ്റെ മുൻപിൽ തുറന്നു വരും. എബ്രായർക്ക് ലേഖനം 10-39 തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയെന്ന്. അഭിഷേകമുള്ള ഭക്തനായ ദാവീദ് എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന അഭിഷേകം പ്രാപിച്ച ഭക്തനായ ദാവീദിനു നേരെ അനേകം പ്രതികൂലങ്ങൾ കടന്നു വന്നിരുന്നു. ദൈവത്തിൽ നിന്നും അഭിഷേകം പ്രാപിച്ച ദൈവവേദന, ദൈവം അനുവദിക്കപ്പെട്ട നന്മകൾ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. എല്ലാ നഷ്ടങ്ങളെയും അഭിഷേകം പ്രാപിച്ചവൻ ലാഭമാക്കി മാറ്റും. അടഞ്ഞവയെല്ലാം തുറന്നു നൽകും. ദൈവം തക്ക സമയം മാനിക്കും. അഭിഷേകമുള്ള ഭക്തനായ യോസേഫ് ഒത്തിരി കഷ്ടതകൾ, തകർച്ചകൾ അനുഭവിച്ചിരുന്നു. എന്നാൽ ഏറ്റവും അവസാനം ദൈവം നൽകിയ ദർശനം നിറവേറി. കഷ്ടതയിലൂടെ കടന്നു വന്നാലേ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. അഭിഷേകം പ്രാപിച്ച എബ്രായ ബാലന്മാർ കഷ്ടതയുടെ തീച്ചൂളയുടെ നടുവിൽ ഭയപ്പെടാതെ നിന്നു. തീയുടെ ബലത്തെ കെടുത്തുന്ന, സിംഹത്തിൻ്റെ വായടയ്ക്കുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചാൽ മുന്നിൽ കാണുന്ന ഏതൊരു സൃഷ്ടിയെയും ഭയപ്പെടത്തില്ല. സൃഷ്ടിതാവായ ദൈവത്തെ മാത്രമേ നമസ്കരിക്കത്തുള്ളൂ, സൃഷ്ടിപിതാവായ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ എന്ന തീരുമാനം അഭിഷേകം പ്രാപിച്ച എബ്രായ ബാലന്മാർ എടുക്കുമ്പോൾ അവർ തീച്ചൂളയെ കണ്ട് ഭയപ്പെട്ടില്ലെന്നുള്ളതാണ്. ഭക്തനായ ദാവീദ് വനാന്തരങ്ങളിലാണെങ്കിലും ഏത് നിമിഷവും ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു. എപ്പോഴും ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് ആരാധിച്ച് കാട്ടിലാണെങ്കിലും ദൈവത്തെ സ്തുതിച്ച ഭക്തനായ ദാവീദിനെ പിന്നത്തേതിൽ ഇസ്രായേൽ രാജാവാക്കി മാറ്റി എന്നുള്ളതാണ്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, താങ്കൾ പ്രാപിച്ച അഭിഷേകം താങ്കൾ നഷ്ടപ്പെടുത്തരുത്. താങ്കൾക്ക് ശക്തിയില്ല, താങ്കൾക്ക് മുന്നോട്ട് നീങ്ങുവാൻ യാതൊരു സാധ്യതകളുമില്ല, എന്നാൽ അഭിഷേകം താങ്കളെ മുന്നോട്ട് നടത്തും. അഭിഷേകം അസാധാരണമായ ചില ദൈവിക പ്രവൃത്തികൾ ചെയ്യുവാനിടയാകും. ചിന്ന മനുതനുക്കുള്ളേ പെരിയ ആണ്ടവർ വന്നാൽ പെരിയ പെരിയ കാര്യങ്ങൾ നടക്കുമെന്ന് തമിഴിൽ ഒരു പാട്ടുണ്ട്. നാം ചെറുതാണെങ്കിലും, നാം ബലഹീനരാണെങ്കിലും ഉള്ളിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയാൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഭക്തനായ മോശ ദൈവസാന്നിധ്യം മുറുകെ പിടിച്ചപ്പോൾ മുന്നിലെ ചെങ്കടൽ വിഭജിക്കുവാനിടയായി. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം മുന്നിൽ അടയപ്പെട്ട വാതിലിനെ തുറക്കും. അഭിഷേകത്തോടുകൂടെ മുന്നോട്ട് ചലിപ്പാൻ, വൻ കാര്യങ്ങൾ ചെയ്യുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.